ഹായ് ഓൾ, വെൽക്കം ടു വൺസ് ഇൻട്രഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ് എന്ന സബ്ജക്റ്റിന്റെ മോഡ്യൂൾ 3 യൂണിവേഴ്സിറ്റി എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കണം. ഫസ്റ്റ് അപ്ലൈഡ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ AI ആൻഡ് ഡേറ്റാ സയൻസ്. ഈ ഒരു മൊഡ്യൂളിൽ ഫുള്ള് നമുക്ക് നോക്കാനുള്ളത് പ്രോബബിലിറ്റി ആണ് അല്ലെ. അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കണം. ബേസിക്സ് ഓഫ് പ്രോബബിലിറ്റി, പിന്നെന്താണ് റാൻഡം വേരിയബിൾസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്. ഇവിടെ ഈ ബേസിക്സ് ഓഫ് പ്രോബബിലിറ്റിയിൽ നിന്ന് 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ബേസിക് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്, അതായത് പ്രോബബിലിറ്റിയുടെ തന്നെ കേസാണ്. അവിടെ റാൻഡം വേരിയബിളും സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സും യൂസ് ചെയ്ത് എങ്ങനെ പ്രോബ്ലം ചെയ്യാം എന്നുള്ളതും നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 3 മാർക്കിന്റെ ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ റൂൾസ് ഇൻ പ്രോബബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ആ റൂൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് ബയേഴ്സ് തിയറം, വെരി വെരി ഇമ്പോർട്ടന്റ്. ഉറപ്പായിട്ടും ആ ഒരു തിയറം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ essay പാർട്ടിലെ ഒരു പാർട്ടായിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ബയേഴ്സ് തിയറും അതിന്റെ ആപ്ലിക്കേഷൻസും രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ അതിന്റെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാട്സാപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ അതും കൂടി നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷനിൽ തന്നെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറീസ്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ വരുന്ന കോറിലേഷൻ അനാലിസിസ് ആണ് ലീനിയർ കോറിലേഷൻ. ഇവിടെ നിന്നൊരു പ്രോബ്ലം കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റിഗ്രഷൻ അനാലിസിസ് ആണ്, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇവിടെ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രോബബിലിറ്റിയുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ, അതും ഒരു essay പാർട്ടൊക്കെ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് നിന്ന്, അതായത് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇനി നമ്മൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഷോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോബബിലിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് പറയുന്നത്. ഇത് നമ്മുടെ സിലബസിന്റെ ആദ്യത്തെ ഭാഗത്ത് നിന്ന് തന്നെ എടുത്തിട്ടാണ് നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഈസ് എ മാത്തമാറ്റിക്കൽ സ്റ്റഡി ഓഫ് അൺസർട്ടൈനിറ്റി ആൻഡ് ചാൻസ്. ശരിക്കും എന്താണ് പ്രോബബിലിറ്റി? ഇറ്റ് ഈസ് ആക്ച്വലി mathematical study of uncertainty and chance. Okay, next probability of an event is a number between 0 and 1. ശരിക്കും probability എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ ആണ് between 0 and 1. Okay, that reflects the likelihood of the event occurring. Event occur ചെയ്യുന്നതിന്റെ likelihood ആണ് ഇവിടെ പറയുന്നത്. 0 means event will never occur. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു നമ്പറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ 0 ആണെങ്കിൽ വിൽ നെവർ ഒക്വർ എന്നാണ് പറയുന്നത്. അതിനെയാണ് 0 വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 1 മീൻസ് എന്താണ്? വിൽ സർട്ടൻലി ഒക്വർ. 1 സംതിങ് അവിടെ ഉണ്ടല്ലേ. 1 എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഇവൻ വിൽ സർട്ടൻലി ഒക്വർ എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി പ്രോബബിലിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ്. എങ്ങനെയാണ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈലൈറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. P of E is equal to number of favorable outcome divided by total number of outcome. ഓക്കെ, അപ്പോ എത്ര ഫേവറബിൾ ഔട്ട്കം ആണുള്ളത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അതാണ് നമ്മുടെ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. വേർ E is the event of the interest. E എന്ന് പറയുന്നത് event of the interest ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ബേസിക് കൺസെപ്റ്റ് പറയുമ്പോൾ കുറച്ച് ടെർമിനോളജീസ് നമുക്ക് നോക്കാനുണ്ട്. ഫസ്റ്റ് എക്സ്പെരിമെന്റ് എന്താന്ന് നോക്കാം. എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ എ പ്രോസസ് ഓർ ആക്ഷൻ ദാറ്റ് ലീഡ്സ് ടു വൺ ഓർ സെവറൽ പോസിബിൾ ഔട്ട്കം. ഒന്നിലധികം ഔട്ട്കംസ് നമുക്ക് തരുന്ന ആക്ഷൻ ആണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ റോളിംഗ് എ ഡൈ. നമ്മൾ എപ്പോഴും പ്രോബബിലിറ്റിയുടെ കേസിൽ പറയുന്ന ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? റോളിംഗ് എ ഡൈ ആണ്. ഇതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ഫ്ലിപ്പിംഗ് എ കോയിൻ ഓർ ഡ്രോവിംഗ് എ കാർഡ് ഫ്രം എ ഡെക്ക്. ഇതൊക്കെയും എന്താണ്? ഓരോ എക്സ്പെരിമെന്റിന്
എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ്. എന്താണ് സാമ്പിൾ സ്പേസ്? ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെന്റ്. അതായത് ഒരു എക്സ്പെരിമെന്റിന്റെ എല്ലാ പോസിബിൾ ഔട്ട്കമ്മിനെയും കൂടി ചേർത്ത് നമുക്ക് സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഇവിടെ നോക്കുക, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഫോർ എ ഡൈ റോൾ ദ സാമ്പിൾ സ്പേസ് ഈസ്. നമ്മളൊരു ഡൈ റോൾ ചെയ്യുമ്പോൾ അതിന്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? അതായത് അതിന്റെ ഫേവറബിൾ ഔട്ട്കം എല്ലാം കൂടി ചേരുന്നതാണ് ആക്ച്വലി സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, എസ് ഈക്വൽ ടു, അതായത് എത്ര ഫേസ് ഉണ്ട് ഒരു ഡൈക്ക്? 6 ഫേസസ് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് പറയാം സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5 and 6. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഡൈ റോള് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സാമ്പിൾ സ്പേസ്, അതായത് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്. നെക്സ്റ്റ് ഇവന്റ് ആണ്. ഇവന്റ് എന്ന് വെച്ചാൽ എന്താണ്? എ സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഇവന്റ് എന്ന് പറയുന്നത്. റെപ്രസെന്റിങ് എ സ്പെസിഫിക് ഔട്ട്കം ഓർ സെറ്റ് ഓഫ് ഔട്ട്കം. റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഔട്ട്കമ്മിനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഔട്ട്കമ്മിനെ ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ വെൻ റോളിംഗ് എ ഡൈ വിച്ച് ഈസ് ദ ഇവന്റ്. ഇവിടെ പറയുന്ന ഇവന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഡൈ റോള് ചെയ്യുന്ന സമയത്ത് അതൊരു ഈവൻ നമ്പർ ആവാനുള്ള ചാൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6 അതല്ലേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഈ സാമ്പിൾ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണല്ലോ നമുക്ക് ഇവന്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇവന്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. ഓക്കെ, സോ ഇ ഈസ് ഈക്വൽ ടു 2, 4, 6 എന്ന് നമുക്ക് കിട്ടി. ഇതാണ് ഇവിടുത്തെ ഇവന്റ്. നെക്സ്റ്റ് ട്രയൽ. എന്താണ് ട്രയൽ? എ സിംഗിൾ പെർഫോമൻസ് ഓർ എക്സിക്യൂഷൻ ഓഫ് ദ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റിന്റെ സിംഗിൾ പെർഫോമൻസ് അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷനെയാണ് ട്രയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റിയിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ എക്സ്പെരിമെന്റ് ഓഫ് റോളിംഗ് എ 6-sided ഡൈ. ഒരു ഡൈ നമ്മൾ റോൾ ചെയ്യുവാണ്. ദി സാമ്പിൾ സ്പേസ് എസ് ഓഫ് ദിസ് എക്സ്പെരിമെന്റ് ഈസ്. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? എസ് ഈക്വൽ ടു 1 to 6 വരെയാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ദി പ്രോബബിലിറ്റി ഓഫ് റോളിംഗ് എ 4. അതായത് നമുക്ക് ഈ ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് 4 വരാനുള്ള ചാൻസ് എന്താണ്, അതിന്റെ പ്രോബബിലിറ്റി എന്താണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ പി ഓഫ് എ ഈസ് ഈക്വൽ ടു, എന്താണ് ഇക്വേഷൻ പ്രോബബിലിറ്റിയുടെ? പി ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം? നമുക്ക് 4 അല്ലേ വരേണ്ടത്. അപ്പൊ എത്ര ഔട്ട്കം ഉണ്ട് അവിടെ? 1 അല്ലെ. ഓക്കെ, 4 എന്ന് പറയുന്ന ഒരൊറ്റ നമ്പർ മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 1 ആയിട്ട് കൊടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കമോ? ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ആ സാമ്പിൾ സ്പേസിന്റെ എണ്ണമാണ് ശരിക്കും നമ്മളിവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കമിൽ പറയുന്നത്. ഇവിടെ 6 ആണ്. ഓക്കെ, അപ്പോ 1/6 ആണ് ഇവിടുത്തെ പ്രോബബിലിറ്റി. അതായത് ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ 4 വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണ്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ 3 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ്, സിൻസ് ദർ ഈസ് 1 ഫേവറബിൾ ഔട്ട്കം റോളിംഗ് എ 4 ഔട്ട് ഓഫ് 6 പോസിബിൾ ഔട്ട്കം. നമുക്ക് ഇങ്ങനെ അവസാനം ഒരു സ്റ്റേറ്റ്മെന്റും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് എന്താണ്? എക്സ്പ്ലെയിൻ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ഇനി പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും അതേപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും എന്താണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ഫസ്റ്റ് നമുക്ക് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ നോക്കാം. DRV എന്നാണ് നമ്മളിത് റെപ്രസെന്റ് ചെയ്യുന്നത്. ദീസ് ടേക്ക് എ ഫൈനൈറ്റ് ഓർ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ്. ഇതെന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ആയിരിക്കും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് നമുക്ക് എണ്ണാൻ പറ്റുന്നതായിരിക്കും. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദി നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ 3 ഫ്ലിപ്സ് ഓഫ് എ കോയിൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ എക്സാമ്പിൾ 2, കൺസിഡർ ദ എക്സ്പെരിമെന്റ് ഓഫ് ടോസിങ് എ കോയിൻ. നമുക്ക് ഇവിടെ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദ പോസിബിൾ ഔട്ട്കംസ് ആർ ഹെഡ്സ്. അതായത് നമുക്കൊരു
ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഔട്ട്കം എന്തായിരിക്കും? ഒന്നെങ്കിൽ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് H അല്ലെങ്കിൽ T എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഹെഡ്, T ഫോർ ടെയിൽ. ഓക്കെ, ഡിഫൈൻ എ റാൻഡം വേരിയബിൾ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഡിഫൈൻ എ റാൻഡം വേരിയബിൾ X ദാറ്റ് ടേക്സ് എ വാല്യൂ 1 ഫോർ ഹെഡ്. അതായത് ഹെഡിന് നമ്മൾ 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു, ടെയിലിന് നമ്മൾ 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഓക്കെ, അപ്പൊ എന്തായി? ഇങ്ങനെ ഒരു നമ്പർ നമ്മൾ കൊടുക്കുന്ന സാമ്പിൾ സ്പേസിൽ ഔട്ട്കമിന് അസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ DRV എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ദി സാമ്പിൾ സ്പേസ് S ഈസ് X equal to 1 for head and X equal to 0 for tails. The probability distribution of X is actually P of X equal to 1. That means 1 by 2. ഈ 2 എന്താണ്? സാമ്പിൾ സ്പേസിൽ ഉള്ളത് 2 ആണ്. അപ്പൊ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 2 ആണ്. X equal to 1 മീൻസ് അതായത് ഹെഡ് വരാനുള്ള ചാൻസിനെയാണ് 1 നമ്മൾ പറയുന്നത്. 1 by 2. അതേപോലെ തന്നെ X equal to 0 മീൻസ് വാട്ട്? അതായത് ടെയിൽ വരാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോ X equal to 0 അതായത് ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി 1 by 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഹെഡ്, ടെയിൽ എന്ന് പറയുന്നതിന് പകരം 0യും 1ഉം യൂസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ? CRV എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദീസ് ടേക്ക് an infinite number of values in a given range. നമുക്കൊരു ഗിവൺ റേഞ്ച് തന്നിരിക്കും, അവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടാവും. ഓഫൺ റെപ്രസെന്റിങ് മെഷർമെന്റ്സ് ലൈക്ക് ഹൈറ്റ് ഓർ വെയിറ്റ്. ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് അതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ആണ് കൊടുക്കുന്നത്. ആ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ വരുന്നത്. എക്സാമ്പിൾ, ദി ഹൈറ്റ് ഓഫ് എ പേഴ്സൺ, എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ ഓറഞ്ച്. ഒരാളുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഓറഞ്ചില് എത്രമാത്രം ഷുഗർ ഉണ്ട്. ദ ടെമ്പറേച്ചർ അറ്റ് എ ഗിവൺ ടൈം. ഒരു ടൈമില് എന്താണ് ടെമ്പറേച്ചർ? അതൊക്കെ എന്ന് പറയുന്നത് ഒരു റേഞ്ചിനുള്ളിലാണ് വരുന്നത്. കറക്റ്റ് ഒരു പോയിന്റ് അല്ലെങ്കിൽ കറക്റ്റ് എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളതൊരു റേഞ്ചിനുള്ളിൽ ആ ഒരു എണ്ണം എത്രയാണെന്നുള്ളത് പറയും. അതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിയാ, അതായത് ഈ ഹൈറ്റ് ഓഫ് ദ പേഴ്സൺ തന്നെ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞ, ലെറ്റ് us consider a continuous random variable y representing the height of a person in centimeters. അതായത് ഹൈറ്റിനെ നമ്മൾ സെന്റിമീറ്റർ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വിച്ച് ക്യാൻ ടേക്ക് എനി വാല്യൂ ബിറ്റ്വീൻ എ മിനിമം ആൻഡ് മാക്സിമം റേഞ്ച്. ഈ പറയുന്ന ഹൈറ്റിനെ നമ്മൾ ഒരു മിനിമം വാല്യൂ അതുപോലെ ഒരു മാക്സിമം വാല്യൂം പറഞ്ഞ് ആ ഒരു റേഞ്ചിനുള്ളിലാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മിനിമം വാല്യൂ 150യും അതേപോലെ മാക്സിമം വാല്യൂ 200ഉം പറഞ്ഞാൽ ഒരു ആളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 150ക്കും 200നും ഇടയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് വേരിയബിളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് ഇന്റർവെലിൽ നിന്ന് ഒരു വാല്യൂവിനെ നമ്മൾ എടുക്കുന്നതിനാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. For continuous random variables, we don't speak of the probability of an exact value, but of the probability of the variable lying within a certain range. ഒരു എക്സാക്ട് വാല്യൂവിന്റെ പ്രോബബിലിറ്റി നമുക്ക് അപ്പൊ പറയാൻ പറ്റില്ല. ഒരു ഗിവൺ റേഞ്ചിലുള്ള വാല്യൂവിന്റെ പ്രോബബിലിറ്റി നമുക്ക് പറയാം. For instance, the probability that a person's height is between 160 centimeter and 170 centimeter might be represented as, അതായത് 160യുടെയും 170യുടെയും ഇടയ്ക്കാണ് ഒരാളുടെ ഹൈറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? അതായത് 160 എന്ന് പറയുന്ന മിനിമം വാല്യൂ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ വേണ്ട വാല്യൂ, അതിന് നടുക്കായിട്ട് വെറുതെ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുത്തിട്ട് എഴുതാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് y ആണ്. അപ്പോ ഈ y-യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഹൈറ്റ് ആണ്. ആ ഹൈറ്റിന്റെ മാക്സിമം വാല്യൂ 170 ആണ്. 170ക്ക് താഴെയുള്ള വാല്യൂവും അതുപോലെ 160ക്ക് മേലുള്ള വാല്യൂ ആണ് ഈ y-ക്ക് വരുന്നത്. y മീൻസ് ഹൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് വി ഓഫൺ യൂസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഈ കണ്ടിന്യൂസ് റാൻഡം ഫംഗ്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ, ഇനി ടു ഡിഫൈൻ പ്രോബബിലിറ്റി ഓവർ ഇന്റർവെൽ. എന്തിനാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഒരു ഇന്റർവെല്ലിനുള്ളിൽ നമുക്ക് പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബേസിക് റൂൾസ് ഓഫ് പ്രോബബിലിറ്റി. എന്താണ് പ്രോബബിലിറ്റിയുടെ ബേസിക് റൂൾസ് എന്നുള്ളത് നോക്കാം. The basic rules of probability form the foundation of more advanced topic like Bayes theorem, Markov chains and machine learning models. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ബയേഴ്സ് തിയറം അല്ലെങ്കിൽ മാർക്കോവ് ചെയിൻസ്, മെഷീൻ ലേണിംഗ് മോഡൽസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം AI ഫുൾ ബേസ് ചെയ്യുന്ന എന്തിലാണ്? പ്രോബബിലിറ്റിയിലാണ്. അപ്പോ ഈ പറയുന്ന തിയറം പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രോബബിലിറ്റിയുടെ ബേസിക് റൂൾസ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? പ്രോബബിലിറ്റി റേഞ്ച് റൂൾ. ഫസ്റ്റ് റൂൾ ഏതാണ്? പ്രോബബിലിറ്റി റേഞ്ച് റൂൾ ആണ്. എന്താണ് പ്രോബബിലിറ്റി റേഞ്ച് റൂൾ? പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് ബിറ്റ്വീൻ 0 and 1. 0യ്ക്കും 1നും ഇടയിലായിരിക്കും പ്രോബബിലിറ്റി എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി റേഞ്ച് റൂൾ. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of A. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി. P of A ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 0യ്ക്കും 1നും ഇടയിലാണ് പ്രോബബിലിറ്റി. അതാണ് പ്രോബബിലിറ്റി റേഞ്ച് റൂൾ പറയുന്നത്. സെക്കൻഡ് വൺ, സം ഓഫ് ദ പ്രോബബിലിറ്റീസ് ഓഫ് എ സാമ്പിൾ സ്പേസ്. ഓക്കെ, സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി, സം ഓഫ് പ്രോബബിലിറ്റീസ് ഓഫ് സാമ്പിൾ സ്പേസ്. നോക്കാം എങ്ങനെയാ വരുന്നതെന്ന്. ദി സം ഓഫ് പ്രോബബിലിറ്റീസ് ഓഫ് ഓൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ദാറ്റ് കനോട്ട് ഹാപ്പൻ അറ്റ് ദി സെയിം ടൈം. സെയിം ടൈമിൽ ഹാപ്പൻ ചെയ്യാത്ത എല്ലാ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ്സിനെയും സം ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഔട്ട്കം, അതായത് ഇവിടെ നമുക്ക് നോക്കാം, P of S equal to 1 ആണ്. അതായത് സാമ്പിൾ സ്പേസിന് നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പോ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ 1 ആണ്. ഓക്കെ, സാമ്പിൾ സ്പേസ് 1 ആണ്. അപ്പൊ അതിനുള്ളില് ആയിരിക്കും ഓരോ ഇവന്റും ഒക്കർ ചെയ്യുന്നത്. ആ ഇവന്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ എത്രയാണ്? 1 ആണ്. അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ്, കോംപ്ലിമെന്റ് റൂൾ. കോംപ്ലിമെന്റ് റൂളിൽ എന്താ പറയുന്നത്? ദ പ്രോബബിലിറ്റി ഓഫ് ദി കോംപ്ലിമെന്റ് ഇവന്റ് A, that is A dash എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. P of A dash is equal to 1 minus P of A. അപ്പൊ എന്താണ് P of A dash എന്ന് പറയുന്നത്? A എന്ന് പറയുന്ന ഒരു ഇവന്റ് ഒക്കർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഒക്കർ ചെയ്യാത്ത ആ ഇവന്റിനെയാണ് A dash എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ A dash നമ്മൾ കണ്ടുപിടിക്കാൻ ചെയ്തത് എന്താണ്? സാമ്പിൾ സ്പേസ് 1 ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ 1ൽ നിന്ന് A, അതായത് P of A, പ്രോബബിലിറ്റി ഓഫ് A മൈനസ് ചെയ്യുമ്പോൾ ഈ P of A dash നമുക്ക് കിട്ടും. അതാണ് കോംപ്ലിമെന്റ് റൂൾ പറയുന്നത്. എക്സാമ്പിൾ, P of A equal to 0.7. P of A എന്ന് പറയുന്നത് 0.7 ആണ്. ദെൻ P not A, ദാറ്റ് മീൻസ് അതായത് കോംപ്ലിമെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് എ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ P of not A എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 1ൽ നിന്ന് 0.7 മൈനസ് ചെയ്താൽ മതി. 1 മൈനസ് 0.7 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3. സോ ഇതാണ് P of A dash എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ 1 സാമ്പിൾ സ്പേസിനെ ബേസ് ചെയ്തിട്ടാണ് കോംപ്ലിമെന്റും അതുപോലെ സമ്മും ഫൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അഡീഷൻ റൂൾ നോക്കാം. അഡീഷൻ റൂൾ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആയിരിക്കും A and B occur together. Then P of A union B എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? P of A union B is equal to P of A plus P of B. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Let us say a student appears for an exam. ഒരു സ്റ്റുഡന്റ് ഒരു എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യാണ്. ഇവന്റ് എയിൽ എന്താ? ദി സ്റ്റുഡന്റ് പാസസ് ദ എക്സാം. സ്റ്റുഡന്റ് എക്സാം പാസ്സായി. ഇവന്റ് ബി എന്ന് പറഞ്ഞാലോ? ദി സ്റ്റുഡന്റ് ഫെയിൽസ് ദ എക്സാം. സ്റ്റുഡന്റ് ഫെയിൽ ആയി. ഇനി ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് as a student cannot pass and fail the same exam at the same time. ഒരിക്കലും സെയിം ടൈമിൽ എന്ത് ചെയ്യില്ല? ഒരാൾ പാസ്സാവുകയും ഫെയിൽ ആവുകയും ചെയ്യില്ല. അതും സെയിം സബ്ജക്റ്റിന്. ഏതെങ്കിലും ഒരെണ്ണമാണ് നടക്കുള്ളൂ അല്ലെ? അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന അനദർ എക്സാമ്പിൾ ആണ് ഗെറ്റിംഗ് ഹെഡ്സ് ഓർ ടെയിൽസ് ഓൺ എ കോയിൻ ടോസ്. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് വരാനുള്ള ചാൻസ് ഇല്ല. എ കാർഡ് ഡ്രോൺ ഈസ് എയ്തർ ഹേർട്ട് ഓർ എ ക്ലബ്. അതും രണ്ടും ഒരുമിച്ച് വരാനുള്ള ചാൻസ് ഇല്ല. നെക്സ്റ്റ്, ഫോർ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്
എന്ന് വെച്ചാൽ എന്താണ്? ക്യാൻ ഹാപ്പൻ അറ്റ് ദ സെയിം ടൈം. ദാറ്റ് ഈസ് ദർ ഇസ് നോ ഓവർലാപ്പ് ബിറ്റ്വീൻ ദി ഇവന്റ്സ്. സെയിം ടൈമിൽ തന്നെ സംഭവിക്കും, പക്ഷെ ഓവർലാപ്പ് ഉണ്ടാവില്ല. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ. മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അതായത് ഒക്കറൻസ് ഓഫ് വൺ ഡസ് നോട്ട് അഫക്ട് ദി അതർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പൊ നോക്കിയത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആണ്. ഇതും ഒരു 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം ആണ്. ലെറ്റ് us കൺസിഡർ 2 അൺറിലേറ്റഡ് ആക്ഷൻസ്. ഇവന്റ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെയിൻസ് ഇൻ ഡൽഹി ടുഡേ. ഡൽഹിയിൽ ഇന്ന് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവന്റ് ബി പറയുന്നത് എന്താണ്? യു പാസ് എ മാത്സ് ടെസ്റ്റ് ഇൻ ബാംഗ്ലൂർ ടുഡേ. ഇന്ന് തന്നെയാണ് രണ്ടും സംഭവിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ബാംഗ്ലൂര് നിങ്ങൾ മാത്സിന്റെ ടെസ്റ്റ് പാസ് ആവാനുള്ള ചാൻസും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധം ഫീൽ ചെയ്യുന്നുണ്ടോ? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് റെയിൻസ് ഇൻ ഡൽഹി ആൻഡ് യു പാസ് യുവർ മാത്സ് ടെസ്റ്റ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് റെയിൻസ് ഇൻ ഡൽഹി ആൻഡ് യു പാസ് യുവർ മാത്സ് ടെസ്റ്റ് ഇൻ ബാംഗ്ലൂർ. രണ്ടിന്റെയും കൂടിയുള്ള പ്രോബബിലിറ്റി നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഇവന്റും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റ് ആണ്. ഒരു ഇവന്റ് മറ്റൊരു ഇവന്റിനെ ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. These events are independent because whether it rains in Delhi has no effect on your math performance in Bangalore. അപ്പോൾ നമുക്ക് നോക്കാം. പി ഓഫ് എ എന്ന് പറഞ്ഞ, അതായത് ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ 30% ചാൻസ് ആണ് ഡൽഹിയിൽ മഴ പെയ്യാനുള്ളത്. അത് നമുക്ക് ഗിവൺ ആയിരിക്കും. അതുപോലെ മാർക്ക് ടെസ്റ്റ് പാസ്സാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 80% ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് 30%നെ 0.3 എന്നും 80%നെ 0.82 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, അതായത് ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് ഇവന്റ് ഹാപ്പൻ ചെയ്യുന്നു, അതിന്റെ പ്രോബബിലിറ്റി നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0.3 ഇൻറ്റു 0.8 0.24. ഓക്കെ, ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് റെയിൻസ് ഇൻ ഡൽഹി ആൻഡ് യു പാസ് യുവർ മാർക്ക് ടെസ്റ്റ് ഇൻ ബാംഗ്ലൂർ ഈ 0.25 അല്ലെങ്കിൽ 24% ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയാൻ കാരണം? സിൻസ് ദ ഇവന്റ്സ് ആർ ഇൻഡിപെൻഡന്റ് വി സിംപ്ലി മൾട്ടിപ്ലൈ ദെയർ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസ്. ജസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്തത് മാത്രമാണ് ഇവിടെ നടന്നത്. നെക്സ്റ്റ് നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഇവിടെ ഇങ്ങനെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന ഹെഡിങ് തന്ന് ഒന്നും ആയിരിക്കില്ല പ്രോബ്ലം ചോദിക്കുന്നത്. നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്ന് അത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് നോക്കാം. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ് ക്വസ്റ്റ്യൻ? ഓൺ എ റാൻഡം ഡേ, ഒരു റാൻഡം ഡേയില് ഇഫ് യു സീ സംവൺ ക്യാരിയിങ് ആൻ അംബ്രല്ല, ഒരാള് കുട എടുക്കാനുള്ള ചാൻസ് എത്രയാണ്? വാട്ട് ഈസ് ദ ചാൻസ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി റെയിനിങ്? അതായത് കുട എടുത്തിട്ടുണ്ടെങ്കിൽ റെയിൻ, മഴ ഉണ്ടാവാനുള്ള ചാൻസ് എന്താണ്? ഓക്കെ, അപ്പൊ ഇവിടെ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്തു, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഇവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ് എന്താണ്? ഇവിടെ കുട എടുത്തിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാനുള്ള ചാൻസ് എത്രയാണ്? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നമുക്ക് ആ പ്രോബബിലിറ്റി തന്നിരിക്കും. അതായത് ഇപ്പൊ 40% ആണ് റെയിൻ ഉണ്ടാവാനുള്ള ചാൻസ്. അംബ്രല്ല എടുക്കാനുള്ള ചാൻസ് 30% ആണ്. ഇനി അംബ്രല്ല ഉണ്ടായിട്ട് റെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 20% ആണ്. ഇതിനെല്ലാം നമുക്ക് 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ പി ഓഫ് റെയിൻ, അതായത് പ്രോബബിലിറ്റി ഓഫ് റെയിനിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.4ഉം അംബ്രല്ല എടുക്കാനുള്ള പ്രോബബിലിറ്റി 0.3ഉം അതായത് റെയിൻ ഉണ്ടെങ്കിൽ അംബ്രല്ല എടുത്തിട്ടുണ്ടെങ്കിൽ റെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് 0.2 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്? അതായത് ഇവിടെ ഒരു ഇവന്റ് നടന്നു,
അതിനുശേഷം നടക്കുന്ന ഇവന്റിന്റെയും കൂടി ഉള്ള പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ വരുമ്പോഴാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാൻ ഈസിയാണ്, വേറെ ഒന്നുമില്ല. പി ഓഫ് റെയിൻ അംബർല കൊടുത്തു. പി ഓഫ് റെയിൻ ഇന്റർസെക്ഷൻ അംബർല ഡിവൈഡ് ബൈ പി ഓഫ് അംബർല. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് റെയിൻ ഇന്റർസെക്ഷൻ അംബർല, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0.2 ആണ്. ഇനി നെക്സ്റ്റ് പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് അംബർല. ഇതെങ്ങനെയാണ് എഴുതുന്നത്? അതായത് നമ്മൾ എഴുതുന്നത് എന്താണോ പി ഓഫ് റെയിൻ അംബർല, ഇതാണ് നമുക്ക് ഓൾറെഡി ഹാപ്പൻ ചെയ്ത ഒരു ഇവന്റ്. അംബർല എടുത്തിട്ടുണ്ടെങ്കിൽ റെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് എന്താണ്? ഈ ഇവന്റ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഇവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിങ്ങനെ എഴുതുക. ഓൾറെഡി നടന്ന ഇവന്റിനെ നമുക്ക് ഇവിടെ എഴുതാം. അതേപോലെ നടക്കാനുള്ള ഇവന്റിനെ ഫസ്റ്റ് നമ്മൾ എഴുതുന്നു. എന്നിട്ട് അതിന്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഇത് അതേപടി തന്നെ എഴുതുക. പി ഓഫ് റെയിൻ ഇന്റർസെക്ഷൻ അംബർല ഡിവൈഡ് ബൈ, അതായത് ഓൾറെഡി ഹാപ്പൻ ചെയ്തത് ഏതാണ്? പി ഓഫ് അംബർല ആണ്. ഓക്കെ, ഈക്വൽ ടു 0. അതായത് ഇത് രണ്ടിന്റെയും നമുക്കറിയാമല്ലോ പ്രോബബിലിറ്റി. ഇതിന്റെ പ്രോബബിലിറ്റി 0.2 ആണ്. അംബർല എടുക്കാനുള്ള 0.3 ആണ്. അപ്പോൾ 2/3 കിട്ടി. 0.667 ആണ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഒരു വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി എങ്ങനെ പറയാം? ഒന്നെങ്കിൽ 2/3 ആണ്, അല്ലെങ്കിൽ 66.7% ആണ് ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാം. ഇനി എ സ്കൂൾ ഹാസ് 2 buses ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡൻസ്. ഒരു സ്കൂളില് 2 സ്കൂൾ ബസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന ബസ്, അതിൽ 70% ഓഫ് ദ സ്റ്റുഡന്റ് ആണ് ഉള്ളത്. 1% ഓഫ് ബീങ് ലേറ്റ്. 70% ഓഫ് സ്റ്റുഡൻസ് ഉള്ളതില് 1% ലേറ്റ് ആണ് ആദ്യത്തെ ബസ്സിൽ. സെക്കൻഡ് ബസ് ബി ആണ്. അതിൽ 30% സ്റ്റുഡൻസിനെ ക്യാരി ചെയ്യുന്നു. അതിലെ തന്നെ 5% സ്റ്റുഡൻസ് എന്താണ്? ലേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡംലി സെലക്ടഡ് സ്റ്റുഡന്റ് ഈസ് ലേറ്റ്. നമ്മളൊരു റാൻഡം ആയിട്ട് സ്റ്റുഡന്റിനെ ഇതിൽ നിന്നും ചൂസ് ചെയ്താൽ ആ സ്റ്റുഡന്റ് ലേറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സ്റ്റുഡന്റ് ഈസ് ഫ്രം ബസ് എ. ബസ് എയിലെ സ്റ്റുഡൻസിനെ 70% എന്ന് പറയുമ്പോൾ നമുക്ക് 0.7 ആക്കാം. അതേപോലെ 30% എന്ന് പറയുമ്പോൾ 0.3 ആക്കാം. ഓക്കെ, ഒരു സ്റ്റുഡന്റ് ലേറ്റ് ആണ് ഉള്ളതാണെങ്കിൽ പി ഓഫ് എൽ ആണ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എൽ ആണ്. ഇനി നെക്സ്റ്റ് പി ഓഫ് എൽ ഇസ് ഈക്വൽ ടു, ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എൽ ഗിവൺ ബി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എൽ ബി ഇൻറ്റു പി ഓഫ് എൽ. ഇക്വേഷനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ലേറ്റ് ആയ സ്റ്റുഡന്റിന്റെ പ്രോബബിലിറ്റി, അതായത് എ എന്ന് പറയുന്ന ബസ്, അതേപോലെ എൽ ഗിവൺ ബി എ, അതായത് ലേറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ബി എ 0.7. ഇനി പി ഓഫ് ബി ബി, രണ്ടാമത്തെ ബസ്, സെക്കൻഡ് ബസ്, പി ഓഫ് എൽ ഗിവൺ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എൽ ഡിവൈഡ് ബൈ. ഓക്കെ, ഇപ്പൊ ഇത്ര ഡിവൈഡ് ബൈ ഇല്ല, ഇത്രയാണ് നമുക്ക് ലേറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കാണുന്നത്. ഇതാണ് ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇക്വേഷനിലേക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടത് തന്നെയാണ്. ഈ വാല്യൂ എല്ലാം നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിന്റെ ഇക്വേഷൻ നോക്കിയിട്ട് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ബയേഴ്സ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ബയേഴ്സ് തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയേഴ്സ് തിയറം എന്താ പറയുന്നത്? പ്രൊവൈഡ്സ് വേ ടു റിവേഴ്സ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ബയേഴ്സ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത്. That it allows us to compute the probability of a cause given observed event. അതായത് ഒരു ഒബ്സർവ്ഡ് ഇവന്റിന്റെ പ്രോബബിലിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇനി ബയേഴ്സ് തിയറം ഹെൽപ്പ് us to revise probabilities as new data arrives and is widely used in machine learning. എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മെഷീൻ ലേണിംഗില്, മെഡിക്കൽ ടെസ്റ്റിംഗില്, സ്പാം ഫിൽറ്ററിംഗില്, അല്ലെങ്കിൽ റിസ്ക് അനാലിസിസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. If B 1 to n, ഇവിടെ mutually exclusive events A and A is any event such that P of A greater than 0.
ദെൻ പി ഓഫ് ബി ഐ. ബി ഐ എന്ന് പറയുന്ന പ്രയർ പ്രോബബിലിറ്റിനെയാണ്. നെക്സ്റ്റ് ലൈക്ലിഹുഡ് ഓഫ് എ ഗിവൺ ബി. ബി ഐ എ എന്ന് പറയുന്ന പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ബി ഐ ഗിവൺ എ. ഇതെന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഇക്വേഷൻ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ് ഈ പറയുന്നത്. ഇത് ഓരോന്നും, അതായത് ഇവിടെ പറഞ്ഞ ഓരോന്നിനെയും നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ബി ഓഫ് ഐ എന്ന് പറഞ്ഞ പ്രയർ പ്രോബബിലിറ്റി ആണ്. എ ഗിവൺ ബി ഐ എന്ന് പറയുന്ന ലൈക്ലിഹുഡ് ആണ്. അതേപോലെ ബി ഐ എ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ആണ്. അതെന്താണ് നോക്കാം. ഐയുടെ വാല്യൂ 1 to n ആണ് വരുന്നത്. പ്രയർ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇനീഷ്യൽ ഗസ് ഓർ നോളജ്. ശരിക്കും ഒരു ഇനീഷ്യൽ ഗസ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ നോളജിനെയാണ് പ്രയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ബിഫോർ യു സീ ദി എവിഡൻസ്, നമുക്ക് എവിഡൻസ് കാണുന്നതിന് മുമ്പ് തന്നെ എന്താണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നതാണ് പ്രയർ പ്രോബബിലിറ്റി. ഇറ്റ് റിഫ്ലെക്ട്സ് ഹൗ probable each cause is based on past data, intuition or background knowledge. അതായത് നമ്മുടെ പാസ്റ്റ് ഡേറ്റ, ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ എവിഡൻസ് ഒന്നും ഇല്ലാതെ തന്നെ പ്രോബബിലിറ്റി കാണുന്നതാണ് പ്രയർ പ്രോബബിലിറ്റി. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, യു നോ ദാറ്റ് 1% ഓഫ് പീപ്പിൾ ഇൻ എ പോപ്പുലേഷൻ ഹാവ് എ ഡിസീസ്. ദിസ് ഈസ് 1%. അതായത് ഉള്ളൊരു പോപ്പുലേഷനിൽ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് 1% എന്ന് പറയുന്നു. യുവർ പ്രയർ പ്രോബബിലിറ്റി ഓഫ് സമ്മൺ ഹാവിംഗ് ദ ഡിസീസ് ബിഫോർ എനി പാസ്റ്റ് റിസൾട്ട്. പാസ്റ്റ് റിസൾട്ടിൽ ആർക്കെങ്കിലും ഈ പറയുന്ന ഡിസീസ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടെൽസ് ഹൗ പ്രോബബിൾ ദ ഒബ്സർവ്ഡ് എവിഡൻസ് ഈസ് ഇഫ് എ പർട്ടിക്കുലർ കോസ് ഈസ് ട്രൂ. ഒരു പർട്ടിക്കുലർ കോസ് ട്രൂ ആവാൻ വേണ്ടിയിട്ട് എന്താണ്, അതായത് ലൈക്ലിഹുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ടെൽസ് യു ഹൗ പോസിബിൾ ദ ഒബ്സർവ്ഡ് എവിഡൻസ് ഈസ് പർട്ടിക്കുലർ കോസ് ഈസ് ട്രൂ. നമ്മൾ ഈ പറയുന്ന ഒരു കോഴ്സ് അത് ട്രൂ ആവാനുള്ള ചാൻസ് എത്രയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ആൻസേഴ്സ് എ ക്വസ്റ്റ്യൻസ് ഇഫ് ദിസ് കോസ് ഈസ് കറക്റ്റ്, ഹൗ ലൈക്ലി ആർ വി ടു സീ ദി എവിഡൻസ്. എക്സാമ്പിൾ നോക്കാം, അപ്പം മനസ്സിലാവും. A test is 99% accurate if the person has the disease. Probability that the test shows positive is 99%. എത്രയാണ് പോസിറ്റീവ് റേറ്റ് കാണിക്കുന്നത്? 0.99 ആണ്. അതായത് a test is 99% accurate. ഒരു ടെസ്റ്റ് എത്ര ശതമാനമാണ് ആക്യുറേറ്റ് ആവാനുള്ള ചാൻസ്? 99% ആണ്. If the person has the disease, പേഴ്സണ് ഡിസീസ് ഉണ്ടെങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് ടെസ്റ്റ് ഷോസ് പോസിറ്റീവ് 99%. അപ്പോ ഇത് ഈ ടെസ്റ്റ് 99% ആക്യുറേറ്റ് ആ, പക്ഷെ 1% തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഒരാൾക്ക് ഡിസീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 99%ഉം എന്തായിരിക്കും? ഡിസീസ് ഉണ്ടെന്ന് തന്നെയാണ്. തെറ്റാനുള്ള ചാൻസ് 1% ഉണ്ട്. അപ്പോ ആ പേഴ്സണ് ഡിസീസ് ഇല്ലാതിരിക്കാനുള്ള ചാൻസും 1% ഉണ്ട്. This is the likelihood of a positive test given that person actually sick. Okay, അതിനാണ് ഈ ലൈക്ലിഹുഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്താ നോക്കാം. ഇറ്റ് ഈസ് വാട്ട് വി ഗെറ്റ് ആഫ്റ്റർ അപ്ലൈയിങ് ബയേഴ്സ് തിയറം. നമുക്ക് ബയേഴ്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി. യുവർ റിവൈസ്ഡ് ബിലീഫ് അബൌട്ട് ദ കോസ് ആഫ്റ്റർ സീയിങ് ദി എവിഡൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇറ്റ്സ് എ കോമ്പിനേഷൻ യുവർ പ്രയർ ആൻഡ് ഹൗ കൺസിസ്റ്റന്റ് ദ എവിഡൻസ് ഈസ് വിത്ത് ഈച്ച് ഹൈപ്പോത്തിസിസ്. നമ്മുടെ പ്രയർ പ്രോബബിലിറ്റിയുടെ അത് എല്ലാത്തിന്റെയും കൂടിയുള്ള ഒരു സമ്മാണ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആണ് ആക്ച്വലി പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. എ പേഷ്യന്റ് റിസീവ്സ് എ പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് യൂസിങ് ബയേഴ്സ് തിയറം. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോബബിലിറ്റി ദാറ്റ് ദ പേഴ്സൺ ആക്ച്വലി ഹാവ് ദി ഡിസീസ്. ഒരു പേഴ്സണ് എത്രമാത്രം ആക്ച്വലി ഡിസീസ് ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോ ആ ഒരു എക്സാമ്പിൾ കണ്ടില്ലേ, അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള, അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ ഇവിടെ കണ്ടപ്പോ ഒരു 1% കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ സിക്ക് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ന്യൂ പ്രോബബിലിറ്റി ദാറ്റ് ദ പേഴ്സൺ ആക്ച്വലി ഹാവ് ദ ഡിസീസ്. അതായത് ഉറപ്പായിട്ട് പ്രോബബിലിറ്റി ഉള്ള ഒരു കേസിനെയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. പോസ്റ്റീരിയർ എന്ന് പറയുന്ന ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. A factory has 3 machines A, B and C producing 20%, 35% and 45% of item respectively. They produce 5%, 4% and 2%
ഡിഫക്റ്റീവ് ഐറ്റംസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഒരു ഫാക്ടറിയിലെ മെഷീൻ എയും ബിയും സിയും ആണ് മെഷീൻ. അപ്പൊ അതിലെ 20% എന്ന് പറയുന്നത് എ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 35% ബി ആണ്, 45% സി ആണ്. ഇതിൽ തന്നെ ദേ പ്രൊഡ്യൂസ് 5%, 4% ആൻഡ് 2% ഡിഫക്റ്റീവ് ഐറ്റംസ് റെസ്പെക്റ്റീവ്ലി. ഈ എയിലും ബിയിലും സിയിലും എന്ന് പറയുന്നത് 5ഉം 4ഉം 2% ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ്. ഇഫ് ആൻ ഐറ്റം ഈസ് ഫൗണ്ട് ഡിഫക്റ്റീവ്, നമ്മളൊരു ഐറ്റം ഡിഫക്റ്റീവ് ആയിട്ട് ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഇറ്റ് കെയിം ഫ്രം മെഷീൻ എ. ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് റാൻഡം ആയിട്ട് ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ആണ്. ഇനി അത് എ എന്ന് പറയുന്ന മെഷീനിൽ നിന്ന് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും പ്രോബബിലിറ്റി കാണാം. ഈ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പുതിയൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. പി ഓഫ് എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.2 ആണ്, അതായത് ആദ്യത്തെ മെഷീന്റെ പ്രോബബിലിറ്റി ആണ്. പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് 0.35, അതായത് രണ്ടാമത്തെ മെഷീന്റെ പ്രോബബിലിറ്റി തേർഡ് വൺ. പി ഓഫ് സി എന്ന് പറയുന്നത് 0.45 ആണ്. പി ഓഫ് ഡി ഗിവൺ എ, ദാറ്റ് മീൻസ് ഡിഫക്റ്റീവ് ഫ്രം എയിൽ നിന്നുള്ള ഡിഫക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എത്രയാണ് വാല്യൂ? 0.05 ആണ്. ഓക്കെ, ഇനി പി ഓഫ് ഡി ഗിവൺ ബി സിക്കൽ ടു 0.04. അത് നമ്മൾ ഇത്രയും ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയാണ് എഴുതുന്നത്. ഇനി പി ഓഫ് ഡി ഗിവൺ സി എന്ന് പറയുന്നത് 0.02 ആണ്. അതായത് ഈ വാല്യൂസ് ആണ് കേട്ടോ നമ്മൾ എഴുതിയത്. 5%, 4%, 2%. അത് ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് എന്താണെന്നുള്ളത്. ആ ഡി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഡിഫക്റ്റീവിനെയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ വാല്യൂസ്, പ്രോബബിലിറ്റീസ് നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്ത ആ പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അത് മെഷീൻ എയിൽ നിന്നാവാനുള്ള ചാൻസ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ഡി, പ്രോബബിലിറ്റി ഐറ്റം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ എ ഡിവൈഡ് ബൈ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ എ പ്ലസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി പ്ലസ് പി ഓഫ് സി ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ സി. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആദ്യം എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ എ, ആദ്യത്തെ മെഷീൻ ഉണ്ടല്ലോ, ഇതിൽ നിന്നുള്ള പ്രോബബിലിറ്റി ആണ് ആദ്യം എഴുതുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെല്ലാം സം ചെയ്യുന്നുണ്ട്. പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് സി എല്ലാം, അതായത് പി ഓഫ് ഡി ഗിവൺ എ ഏതാണോ ഡിഫക്റ്റീവ് അത് നമ്മൾ എഴുതുന്നു. പി ഓഫ് ഡി ഗിവൺ ബി, ഡി ആദ്യം പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചല്ലേ, അത് നമ്മൾ എഴുതി. പി ഓഫ് സിയുടെ കേസും അങ്ങനെ തന്നെ എഴുതി. അപ്പോ ഇതാണ് ആക്ച്വലി ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുത്തു, അത് ഡിഫക്റ്റീവ് ആണ്, അത് മെഷീൻ എയിൽ നിന്നാവാനുള്ള ചാൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഇപ്പൊ നമ്മുടെ ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് വരും. 0.033 എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേറ്റ് വാല്യൂയിലേക്കാണ് വരുന്നത്. അതായത് ആ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് 30% ആണ്, 30.3% ആണ്. മെഷീൻ എയിൽ നിന്ന് നമ്മളൊരു ഐറ്റം നമ്മൾ ചൂസ് ചെയ്തു, ആ ഐറ്റം ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 30.30% ആണ്. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ബയേഴ്സ് തിയറം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വാട്സാപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഹെഡ്ലൈൻ ഒന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ വരുന്നത്? മെഡിക്കൽ ഡയഗ്നോസിസിൽ, അതേപോലെ ക്വാളിറ്റി കൺട്രോൾ ഇൻ മാനുഫാക്ചറിങ്, നെക്സ്റ്റ് സ്പാം ഇമെയിൽ ഫിൽറ്ററിങ്, അടുത്തത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടൈനിറ്റി, ജെനറ്റിക്സ് ആൻഡ് ഫോറൻസിക്. അതേപോലെ ഇത്രയാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്. അതായത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഞാൻ കുറച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ ഡയഗ്നോസിസ്, അതേപോലെ ക്വാളിറ്റി കൺട്രോൾ ഇൻ മാനുഫാക്ചറിങ്, സ്പാം ഇമെയിൽ ഫിൽറ്ററിങ്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി, അതേപോലെ ജെനറ്റിക്സ് ആൻഡ് ഫോറൻസിക്. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ. 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് യൂസിംഗ് ഡേറ്റ from a sample to make an educated guess or approximation about a characteristics of a larger group. Because it's often impractical to collect data from the entire population, statisticians samples to infer properties like a population's average value or proportion.
എന്താ മീൻ ചെയ്യുന്നത്? നമുക്കൊരു വലിയ പോപ്പുലേഷന്റെ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആ വലിയ പോപ്പുലേഷനിൽ നിന്നും ഒരു സാമ്പിൾ എടുക്കുന്നു. ആ സാമ്പിളിന്റെ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ആ വലിയ പോപ്പുലേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അപ്രോക്സിമേറ്റ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത് ടാർഗറ്റ് പോപ്പുലേഷൻ ആണ്. ഇത്രയും പോപ്പുലേഷൻ ആണ് ഇതിന്റെ ഒരു പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് പകരം ഇതൊരു വലിയ പ്രോബബിലിറ്റി ആയിട്ട് നിങ്ങൾ കാണുക. അത് ഫുള്ളായിട്ട് ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് ഒരു ചെറിയൊരു സാമ്പിളിനെ ഇവിടെ എടുത്തു. ആ സാമ്പിളിന്റെ പോപ്പുലേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ പോപ്പുലേഷന്റെ മീനും അതേപോലെ സാമ്പിൾ മീനുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സാമ്പിളിന്റെ മീനിനെ എക്സ് ബാർ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അത് കണ്ടുപിടിക്കുന്നത് സിഗ്മ എക്സ് ഐ ഡിവൈഡ് ബൈ എൻ. അതേപോലെ മ്യൂ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പോപ്പുലേഷനിലേക്ക് വരുമ്പോൾ അതിന്റെ മീനാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് എസ്റ്റിമേറ്റ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, അതിനെ എസ്റ്റിമേറ്റ് ചെയ്യിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇനി റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ AI ആൻഡ് ഡേറ്റ സയൻസ്, ശരിക്കും ഇവിടെയും ആപ്ലിക്കേഷൻസ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ ഹെഡ്ലൈൻ ഓർത്തിരിക്കുക: എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്, പ്രോബബിലിറ്റി തിയറി, ഇൻഫറൻസ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ, മോഡൽ ഇവാലുവേഷൻ മെട്രിസസ്. ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ തിയറി ഒന്ന് വായിച്ചിട്ട് പോവുക. 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 2 ടൈപ്പ് എസ്റ്റിമേഷൻ ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ പോയിന്റ് എസ്റ്റിമേഷൻ ആണ്. പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു സിംഗിൾ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അതായത് ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ആൻ അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റർ യൂസിങ് എ സിംഗിൾ വാല്യൂ കോൾഡ് എ പോയിന്റ് എസ്റ്റിമേഷൻ. ആ സിംഗിൾ വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ അതിനെ എന്തിനെയാണ് മീൻ ചെയ്യുന്നത്? ഒരു പോയിന്റിനെയാണ് മീൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു സാമ്പിൾ ഡേറ്റയിൽ നിന്ന് ഒരു സിംഗിൾ വാല്യൂവിനെ മാത്രം, അതിന്റെ പോപ്പുലേഷൻ മാത്രം നമ്മൾ കണ്ടുപിടിക്കുന്നതിന് പോയിന്റ് എസ്റ്റിമേഷൻ എന്നാണ് പറയുന്നത്. ഈ പോയിന്റ് എസ്റ്റിമേഷൻ ഈസ് എ സിംഗിൾ ന്യൂമറിക്കൽ വാല്യൂ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. ദാറ്റ് സെർവ്സ് ആസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ സച്ച് ആസ് മീൻ, പ്രപ്പോർഷൻ ഓർ വേരിയൻസ്. അപ്പോ ഈ പറയുന്നതൊക്കെയും എന്ന് പറയുന്ന പോയിന്റ് എസ്റ്റിമേഷൻ എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ നമുക്ക് വേറൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. To calculate the average height of students in a college, measuring height of all students is not possible. So we take sample mean, അതായത് point estimate of the population mean height. ഇവിടെ എല്ലാവരുടെയും ഹൈറ്റ് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യം അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് ഒരു പോയിന്റിനെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഹൈറ്റ് മാത്രം എടുത്തിട്ട് അതിന്റെ മീനും അല്ലെങ്കിൽ ആവറേജും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു രീതി. വേറൊന്നുമില്ല, ഇവിടെ ഒരു റേഞ്ചിനെ പറയുന്നില്ല, ഒരു കറക്റ്റ് ഒരു പോയിന്റിനെ എടുത്തിട്ട് അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ്. നെക്സ്റ്റ് ഇന്റർവെൽ എസ്റ്റിമേഷൻ ആണ്. ഇന്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ റാദർ ദാൻ എ സിംഗിൾ പോയിന്റ്, ഒരു സിംഗിൾ പോയിന്റിന് പകരം എലോങ് വിത്ത് എ ലെവൽ ഓഫ് കോൺഫിഡൻസ്, അതായത് ഇവിടെ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ ക്രിയേറ്റ് ആണ്. ഒരു ചെറിയൊരു പോയിന്റിന് പകരം ഒരു ഇന്റർവെൽ നമ്മൾ പറയുന്നു, അതിനാണ് നമ്മൾ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ലെവൽ ഇന്റർവെൽ ഈസ് എ റേഞ്ച് ഓഫ് വാല്യൂസ് കാൽക്കുലേറ്റഡ് ഫ്രം സാമ്പിൾ സ്പേസിൽ നിന്നാണ് നമ്മൾ ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ നമുക്കിവിടെ ജനറൽ ഫോം ഓഫ് കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത് പോയിന്റ് എസ്റ്റിമേറ്റ് പ്ലസ് മാർജിൻ എറർ. അതായത് നമ്മളൊരു പോയിന്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അതിന്റെ കൂടെ പ്ലസ് ഓർ മൈനസ് ഒരു മാർജിൻ എററും കൂടി പറയുന്നു. അതാണ് ഇന്റർവെൽ എസ്റ്റിമേഷൻ. മാർജിൻ ഓഫ് എറർ ഷോസ് ഹൗ ഫാർ ദ എസ്റ്റിമേറ്റ് മൈറ്റ് ബി ഫ്രം ദി ട്രൂ പോപ്പുലേഷൻ പാരാമീറ്റർ. അപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇഫ് എ സാമ്പിൾ മീൻ ഇസ് 100 ആൻഡ് ദ മാർജിൻ ഓഫ് എറർ ഈസ് 5, then the 95% ഓഫ് കോൺഫിഡൻസ് ഇന്റർവെൽ ഈസ്, അതായത് നമുക്ക് ഒരു 95% കോൺഫിഡൻസ് ഇന്റർവെൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കുക, ഈ 100 ആണ് നമ്മുടെ മീൻ പറയുന്നത്. അപ്പോ 95% എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് 5 ആണ് അവിടുത്തെ കോൺഫിഡൻസ് ലെവൽ വരുന്നത്. പ്ലസ്, അതായത് നമുക്ക് ചിലപ്പോ പ്ലസ് കൂടുതൽ വാല്യൂ 105 വരാം, അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞും കുറഞ്ഞിട്ടുള്ള 5 കുറവായിട്ട് വരുമ്പോൾ 95 കിട്ടും, 5 കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ 105 കിട്ടും. ഓക്കെ, ദി കോൺഫിഡൻസ് ലെവൽ ഇൻഡിക്കേറ്റ്സ് ഹൗ ഷുവർ വി ആർ
ദാറ്റ് ദ ഇന്റർവെൽ കണ്ടെയ്ൻസ് ദ ട്രൂ പോപ്പുലേഷൻ പാരാമീറ്റർ. അപ്പൊ ആ കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത് 95ഉം 105ഉം ആണ്. ഇവിടെ എത്രമാത്രം പോപ്പുലേഷൻ പാരാമീറ്റർ വരാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വാട്സാപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അൺബയാഡ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, അതേപോലെ സഫിഷ്യൻസി, അതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ. അതേപോലെ എക്സ്പ്ലെയിൻ ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണെന്നും ലോഗരിതം, അതേപോലെ ലൈക്ലിഹുഡ് റെസ്പെക്ട് ടു തീറ്റ ആൻഡ് സെറ്റ് ഇറ്റ് ടു 0, സോൾവ് ദ തീറ്റ വിച്ച് ഈസ് യുവർ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, ഇതൊക്കെ എന്ന് പറയുന്നത് ഇക്വേഷൻ ആണ്, വേറൊന്നും ഇതിൻ്റെ അകത്ത് പറയാനില്ല. ഈ പോയിന്റുകൾ ഓർത്തിരുന്ന് ഈ ഇക്വേഷനും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു 3 മാർക്സിന് ചോദിച്ചാൽ എഴുതാൻ പറ്റും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, എം ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ, അതായത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. മെഷീൻ ലേണിംഗ് അൽഗോരിതംസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോബബിലിസ്റ്റിക് മോഡൽ, അതേപോലെ AI സിസ്റ്റം, ഇവിടെയൊക്കെയും നമ്മൾ ഈ പറയുന്ന മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കോറിലേഷനും റിഗ്രഷനും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു മോഡ്യൂൾ ഫുള്ളാണ്, അതായത് 11 അവർ വേണ്ട ആ ഒരു മോഡ്യൂളാണ് നമ്മൾ ഈ 1 മണിക്കൂറും കൊണ്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഇലാബറേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. എന്തൊക്കെ പോയിന്റ്, അതിന്റെ ഒരു ചുരുക്ക രൂപമാണ് പറയുന്നത്. എല്ലാ സിലബസിലെ എല്ലാ പോയിന്റുകളും അല്ലെങ്കിൽ എല്ലാ കറക്റ്റ് മെയിൻ പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഇതിന് കൂടുതൽ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ആപ്പിനുള്ളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ, 2 ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിനെയാണ് ശരിക്കും കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും ഉണ്ട്. അപ്പോൾ ഇനി അതൊക്കെ എന്താ നമുക്ക് നോക്കാം. അതേപോലെ 0 അല്ലെങ്കിൽ നോ കോറിലേഷനും വരും. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ വാല്യൂ പോകുന്നത്, അതായത് വാല്യൂ മേളിലേക്ക് പോവുമായിരിക്കും. അതേപോലെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ എന്താണ്, താഴേക്കായിരിക്കും വരുന്നത്. ഇനി നോ കോറിലേഷൻ ഉദ്ദേശിച്ച ശരിക്കും അതിന്റെ വാല്യൂ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ അത് നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ്, നോ കോറിലേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫിഗർ. അതേപോലെ ലീനിയർ കോറിലേഷൻ എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കിക്കൊള്ളുക. മെഷർ ഓഫ് കോറിലേഷൻ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷനും എഴുതി തന്നെ പഠിക്കുക, ഇത് പ്രോബ്ലത്തിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി ഇവിടെ പറയുന്ന കുറച്ച് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ആറിന്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ചെയ്യുന്നത്. ആറിന് ഈ പറയുന്ന വാല്യൂസ് ഒക്കെ ആയിരിക്കും ഉള്ളത്. അതിനനുസരിച്ച്, അതായത് ആറിന് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആറിന്റെ വാല്യൂ 0ക്കും 1നും ഇടയിലാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനും, R ഈക്വൽ ടു 0 ആണെങ്കിൽ നോ കോറിലേഷനും, -1നും 0ക്കും ഇടയിലാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷനും, R ഈക്വൽ ടു -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് ലീനിയർ കോറിലേഷനും ആണ് ഉണ്ടാവുന്നത്. നമുക്ക് നോക്കാം എന്താ, അതായത് നമുക്ക് കാൽ പേഴ്സൺസ് കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതിന് ഇത്രയും സ്റ്റെപ്സ് ഒക്കെയാണ് ഉള്ളത്. ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും കാൽക്കുലേറ്റ് കാൽ പേഴ്സൺസ് കോഎഫിഷ്യന്റ്. അപ്പോൾ നമ്മളിങ്ങനെ എക്സും വൈയും വെച്ചിട്ട് കാൽ പേഴ്സൺസ് കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ എക്സ് വാല്യൂ എഴുതി, വൈ വാല്യൂ എഴുതി, എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്തു, എക്സിന്റെ വാല്യൂ, എക്സിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു, വൈയുടെ സ്ക്വയർ കണ്ടുപിടിച്ചു. ഇതിനെല്ലാം സം ചെയ്ത് നമ്മൾ ഇവിടെ എഴുതി. പിന്നെ നമ്മൾ എഴുതിയ ഇക്വേഷൻ മറന്നു പോരുത്. ആ ഇക്വേഷൻ ആണിത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ, മെഷർ ഓഫ് കോറിലേഷനിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ എഴുതി
ആ ഇക്വേഷനിലേക്ക് ഈ ടേബിളിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എക്സിന്റെ സം, വൈയുടെ സം, എക്സ് വൈയുടെ സം, എക്സ് സ്ക്വയറിന്റെ സം, വൈ സ്ക്വയറിന്റെ സം, ആ വാല്യൂസ് എല്ലാമാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 0.96 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് വന്നു. ഈ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇനി നമ്മൾ നമ്മുടെ ടേബിളിലേക്ക് വരിക. ഇവിടെ നോക്കുമ്പോൾ ഇത് എവിടെയാണ് കിടക്കുന്നത്, ആറിന്റെ വാല്യൂ ഏത് ഭാഗത്താണെന്ന് നോക്കുക. ഇവിടെ 0.96 ആണ്. ഇത് സ്ട്രോങ് പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ ആണ്. എക്സും വൈയും തമ്മിലുള്ള സ്ട്രോങ് പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് റിഗ്രഷൻ ആണ്. റിഗ്രഷന്റെ സ്റ്റേറ്റ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും തമ്മിൽ, അതായത് കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ നിങ്ങൾ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോളം വരച്ച് എഴുതാനായിട്ട് നോക്കുക. അപ്പൊ റിഗ്രഷൻ എന്താണ്? റിഗ്രഷൻ അനാലിസിസ് ഈസ് എ പവർഫുൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ്ഡ് ടു എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ലീനിയർ റിഗ്രഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് ലീനിയർ റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് എ പ്ലസ് ബി എക്സ് പ്ലസ് സിഗ്മ, ഇത് വൈ, അതായത് ആ പറയുന്ന ഈ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോന്നും എ എന്ന് പറഞ്ഞ എന്താണെന്ന് പറയുന്നുണ്ട്, ഇന്റർസെപ്റ്റ് ആണ്. ബി സ്ലോപ്പ് ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് എന്താണ്, എറർ ആണ്. ഓക്കെ, അപ്പോ അതിന്റെ ഇക്വേഷനും ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. വരച്ച് തന്നെ പഠിക്കണം. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും. അപ്പോ ഇതാണ് അതിന്റെ സ്റ്റെപ്സ് വരുന്നത്. അത് വെച്ചിട്ടൊരു പ്രോബ്ലം ആണിത്. ഇതും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് എന്ന് ഒരു സാമ്പിൾ സ്പേസ് തന്നിരിക്കും. ആ സാമ്പിൾ സ്പേസിൽ നിന്ന് എക്സും വൈയും എക്സ് വൈയും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അതിൽ നിന്ന് നമ്മൾ ആ പറഞ്ഞ ഇക്വേഷൻസ് ഇട്ട് കൊടുക്കുക. ബി എന്ന് പറഞ്ഞ എന്താണ്, സ്ലോപ്പ് ആണ്. അതേപോലെ എ എന്ന് പറഞ്ഞ ഇന്റർസെപ്റ്റ് ആണ്. അത് രണ്ടിന്റെയും ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്താം. അപ്പൊ നമുക്ക് വേണ്ടത് 7 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്, പുതിയൊരു വാല്യൂ. അതായത് നമ്മുടെ ഇന്റർവെല് 2നും 10നും ഇടയിലാണ്. 7 നമുക്ക് ഇതിൻ്റെ അകത്ത് ഇല്ല. അതായത് ഈ 7 അവേഴ്സിലാണ് കണ്ടുപിടിക്കേണ്ടത്. ആ 7 ഈ പറയുന്ന എക്സിന്റെ, അതായത് 4x എക്സിൽ 7 നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 70 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് വരും. ഓക്കെ, അപ്പൊ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.